എന്റെ മക്കൾ വഴിതെറ്റാതെ പോകണമെങ്കിൽ, എന്റെ മക്കൾ വഴിതെറ്റാതെ പഠിച്ച് നല്ല മക്കളായി തിരിച്ചു വരണമെങ്കിൽ ഉമ്മമാരെ മക്കളെ ചൊല്ലാൻ പഠിപ്പിച്ചേക്കണം, ഓർമ്മിപ്പിച്ചേക്കണം. മോനെ ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന്നൻ അദില്ല ഔ ദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. പടച്ചവനെ, സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന ഒരു കുട്ടി കണ്ട ഹിന്ദുവിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വരരുത്. അല്ലാഹുവേ, പ്രായപൂർത്തിയായ എന്റെ മോള് കണ്ടവന്റെ കൂടെ കറങ്ങിത്തിരിയുന്ന അവസ്ഥ ഉണ്ടാകരുത്. പടച്ചവനെ, പ്രായപൂർത്തിയായ എന്റെ പൊന്നുമോൻ കള്ളു കുടിച്ച് കയറി വരുന്നത് ഉണ്ടാകരുതേ അല്ലാ. നല്ല നിലക്ക് ഞാൻ താലോലിച്ച് വളർത്തി എന്റെ പൊന്നു മക്കളാണ്, അവർ വ്യഭിചാരികളായി പോകരുതേ പടച്ചവനെ എന്നൊക്കെ പേടിയുള്ളവർ, ബോധമുള്ളവർ, ഇല്ലാത്തവരും പഠിപ്പിക്കണം. മക്കൾക്ക് ദിക്ർ ചൊല്ലി പുറത്തിറങ്ങണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നേരം വെളുത്തു, ഹലാലായ ഭക്ഷണം കഴിച്ചു, ഭക്ഷണത്തിന്റെ അതുപോലൊക്കെ പാലിച്ചു, ചെരുപ്പ് ധരിച്ചത്, ഡ്രസ്സ് ധരിച്ചത്, മുടി ചീകി വെച്ചത്, ബാത്റൂമിൽ പോയത്, വന്നത്, സുബഹി നിസ്കാരം, അതിന്റെ മുമ്പുള്ള നിസ്കാരം, ദുഹാ നിസ്കാരം, വുദു എടുത്തിട്ട് പോവാൻ. അത്രയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇങ്ങനെ പോകുന്ന കച്ചവടക്കാരന്റെ അങ്ങാടിയിലേക്കുള്ള യാത്രയിൽ ബറക്കത്തുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന മാഷാണ്, എന്റെ പോക്കിൽ ബറക്കത്തുണ്ട്. കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്, ആ ജോലിയിൽ ബറക്കത്തുണ്ടല്ലോ. റഹിമല്ലാഹു റഅൻ. ഒരു ദിവസം നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യുന്നവനും വാങ്ങിക്കുന്നവനും കേൾക്കേണ്ട ഹദീസ്. നമ്മൾ ഇതിൽ രണ്ടാലൊന്നാണ് അല്ലെ, ഒന്നുകിൽ നമ്മൾ വിൽക്കുന്നവരാ അല്ലെങ്കിൽ വാങ്ങുന്നവരാ. റഹിമല്ലാഹു റഅൻ. ഒരു മനുഷ്യൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, സഹ്ലൽ ബൈഇ, വിൽക്കുമ്പോൾ വളരെ പ്രയാസമില്ലാതെ വിൽക്കുന്ന ആൾ. സഹ്ലശ്ശിറാ, വാങ്ങുമ്പോൾ പ്രയാസപ്പെടുത്താതെ വാങ്ങുന്ന ഒരാൾ. സഹ്ലൽ ഖളാ, കടം വീട്ടുമ്പോൾ പ്രയാസപ്പെടുത്താതെ കടം വീട്ടുന്ന ആള്. കടം തിരിച്ചു വാങ്ങുമ്പോൾ സഹ്ലൽ ഇഖ്തിദാ, കടം തിരിച്ചു ചോദിക്കുക, പ്രയാസപ്പെടുത്താതെ ചോദിക്കുന്ന മുതലാളി. കടം വാങ്ങിച്ച ഒരു മനുഷ്യൻ ചോദിച്ചു തന്നെ ബുദ്ധിമുട്ടിടങ്ങേറാക്കുന്നതിന്റെ മുമ്പേ എളുപ്പമായിട്ട് കടം തിരിച്ചടക്കുന്ന ആൾ. സാധനം വാങ്ങിക്കുമ്പോ പ്രയാസപ്പെടുത്താതെ വാങ്ങിക്കുന്നവർ. കുറേ ആളുകൾ, കസ്റ്റമേഴ്സ് ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരാള് 500 രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ട്, അത് ബാർഗെയിൻ ചെയ്ത് 450 ആയിട്ടുണ്ട്. ഇനി 459 ആക്കി, 49 ആക്കിയൂടെ, 1 രൂപ കൂടെ കുറച്ചുകൂടെ, 5 രൂപ കുറച്ചുകൂടെ, 2 മണിക്കൂറാണ് നിൽക്കുന്നത്, 5 രൂപ കുറക്കാൻ. ഇങ്ങനെ നെടങ്ങാറാക്കുന്ന കസ്റ്റമേഴ്സും ആവരുത്. കച്ചവടക്കാർ വിൽക്കുമ്പോ ധൂർത്ത് ചെയ്യല്ലേ, നിങ്ങൾ കൊള്ളലാഭം എടുക്കല്ലേ. വൈലുൽ ലിത്താജിരി. ഇനി കച്ചവടക്കാരും കൂലിപ്പണിക്കാർക്കുമുള്ള ഹദീസാ. ഒരു ദിവസം കൂലിപ്പണിക്കൊക്കെ പോകൂലേ, കൂലിപ്പണിക്കാരൊക്കെ സദസ്സിലുണ്ടായിരിക്കാം. അല്ലാഹു നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെയ്യുന്ന ജോലി ഹലാലാണ്, നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അതിനാണ് ഈ ദുആ, ഈ ആമീനൊക്കെ അതിനെ കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലി ഹലാലാവണം, അല്ലാഹു ഹലാലാക്കി തരട്ടെ. വൈലുൽ ലിത്താജിരി, കച്ചവടക്കാർക്കാണ് നാശം. കച്ചവടക്കാർക്ക്. ഇനി കൂലിപ്പണിക്കാർക്ക് അടുത്ത് വരുന്നുണ്ട്. വൈലുൽ ലിത്താജിരി, കച്ചവടക്കാർക്കാണ് നാശം. മിൻ ബലാവല്ലാഹ്, അല്ലാഹനെ തന്നെയാണ് സത്യം എന്ന വാക്ക് പറയുകയും, അതേ അല്ലാഹനെ തന്നെ സത്യം, അതേ അല്ലാഹനെ തന്നെ സത്യം, ലാ വല്ലാഹ്, ഇല്ലല്ല അല്ലാഹനെ തന്നെയാണ് സത്യം, ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ കാരണം കച്ചവടക്കാർക്ക് തന്നെയാണ് നാശമെന്ന് സ്വാദിഖും മസ്ദൂഖുമായ നാവുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരാളെയും ചീത്ത പറയാത്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈലുൽ ലിത്താജിർ, കച്ചവടക്കാരൻ എന്താ പറയാ? ബലാ വല്ലാഹ്, അങ്ങനെ തന്നെ അല്ലാഹനെ തന്നെയാണ് സത്യം, ഇത് ഒറിജിനൽ സാധനം തന്നെയാണ്, അല്ലാഹനെ തന്നെയാണ് സത്യം. സത്യം ചെയ്യല്ലേ, അള്ളാന്റെ പേര് വെച്ചിട്ടായി കളി. വലിയ സത്യം ചെയ്ത് വല്ലാഹി വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് പച്ച നുണ പറയണ മനുഷ്യന്മാരില്ലേ, എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഗുരുതരമായ അവസ്ഥ. പച്ച നുണ പറയാ വല്ലാഹി എന്ന് പറഞ്ഞിട്ട്. ലാ വല്ലാഹ് ബലാ വല്ലാഹ്, നിങ്ങൾ സത്യം ചെയ്ത് പറയണില്ലേ കച്ചവടക്കാർ, ഇത് ഹക്കാണ്, ഇത് സത്യമാണ്, ഇതിന്റെ വില 500 ഇതിന്റെ വില 2000 എനിക്കതിൽ കിട്ടുന്ന ആകെ ലാഭം 100 രൂപ, പിന്നെ കറണ്ടും സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടേ. അതങ്ങനെയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. നിനക്ക് ചെലവതിൽ 1500 ഉള്ളൂ, ബാക്കി 500 ലാഭ, 2000 വിൽക്കുന്ന, അങ്ങനെ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ പറയണ്ട. എങ്ങനെയാണ് കച്ചവടക്കാർക്ക് എനിക്ക് ഇത്രയാണ് ലാഭം, എനിക്ക് ഇത്ര മുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാണെങ്കിൽ മാത്രമേ ആ കച്ചവടം അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ. വെറുതെ പറയേ 2000-3000 ലാഭം എടുക്കുന്നുണ്ട്, എന്നിട്ട് പറയാ ഒരു 300 രൂപ ലാഭം വേണ്ട, ഈ സാധനക്ക് ഈ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ അല്ലേ,
അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ലാഭം കൃത്യമായി പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ പറയരുത്. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് കച്ചവടക്കാർക്ക് നാശമുണ്ട്. ഇനി പറയുന്നത് കൂലിപ്പണിക്കാരുടെ വിഷയമാണ്. വവൈലുൽ ലിസ്വാനിഇ, കാര്യങ്ങൾ ചെയ്യുന്നവർ, ഉണ്ടാക്കുന്നവർ, മേക്ക് ചെയ്യുന്നവർ, ആശാരി, കോൺട്രാക്ട് ചെയ്യുന്ന, കോൺട്രാക്ട് എടുത്ത മനുഷ്യൻ, എഞ്ചിനീയർ, വീട് പണിയെടുക്കുന്ന ആള്, ജ്വല്ലറിക്കാരൻ, ആഭരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ, ഉണ്ടാക്കി കൊടുക്കുന്നവർ, സ്വാന്, അവർക്ക് എങ്ങനെയാ നാശം കിട്ടാൻ കാരണം എന്നറിയോ? മിൻ ഗദിൻ വ ബഅദ ഗദിൻ, നാളെ, മറ്റന്നാൾ എന്ന വാക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ നാളെ എന്ന്, നാളെ വരാമെന്ന് പറയുന്ന കൂലിപ്പണിക്കാരൻ, നാളെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്, മറ്റന്നാൾ ഞാൻ എത്തി ഉറപ്പിച്ചോ, ഇല്ലെങ്കിൽ എന്റെ തലെടുത്തോ എന്ന് പറയും. എവിടോ മറ്റന്നാളും കാണൂല, അതിന്റെ പിറ്റേത്തെ കൊല്ലത്തെ മറ്റന്നാളും കാണൂല. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നാശമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 മിനിറ്റ് എന്ന് പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് എത്തുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത് നുണയാണ്. ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ജോലിക്കാര്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് എത്തി. എന്താ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 5 മിനിറ്റ്? 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമാണ് 5 മിനിറ്റ്. അതിന്റെ 1 സെക്കൻഡ് നിങ്ങൾക്ക് ഏറെ വരുന്ന പറഞ്ഞോ, എനിക്ക് 6 മിനിറ്റ് എടുക്കും എത്താൻ, ഇല്ലേ 10 മിനിറ്റ് 15 മിനിറ്റ്, കൃത്യമായി പറഞ്ഞേക്കണം. അല്ലാത്തത് നുണയാണ്. ഈ നുണ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നൊരു വിഷയമാണ്. ഡെയിലി ജീവിതത്തിൽ നുണ അങ്ങനെ പറയാ. എവിടെ ഉള്ളത്? ഞാനിപ്പോ കിടക്കുന്നത് കർണാടകയിലാണ്, ഇവിടെ ഓൻ കിടക്കുന്നത് തലശ്ശേരിയിലാണ്. പറയാ കർണാടകയിൽ അപ്പൊ എത്താൻ പറ്റൂല, നാളെ വരുള്ളൂ. നുണ പറയില്ല. നാളെ ചെയ്തു തരാമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ, നാളെ നിന്റെ ചങ്കിൽ റൂഹുണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന വിഷയത്തിന് പറഞ്ഞാൽ മതി. നാളെ മിൻ ഗദിൻ വ ബഅദ ഗദിൻ, നാളെ ശരിയാക്കി തരാം, നാളെ, മറ്റന്നാൾ എന്ന വാക്കുകൊണ്ട് എത്രയോ ആളുകൾക്ക് നാശം വരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലിയും കൂലിപ്പണിയും ചെയ്യുന്ന മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളെ, ഇത് കേൾക്കണം. എഞ്ചിനീയർ പറയാ, നമ്മളിതാ ഈ പണി 2 മാസം കൊണ്ട് തീർക്കുന്നു. ഇവിടെ ഇവർക്ക് 8 മാസം വേണം, എന്നാ 8 മാസം എന്ന് പറയും. അതൊക്കെ പറഞ്ഞ എത്ര സമാധാനമാണ്. ഇങ്ങനെ കൃത്യത. നമ്മളൊരു 10 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ 10 തന്നെ നമ്മുടെ സമൂഹം അത് പഠിക്കണം. സമയം ഭയങ്കര വിലപ്പെട്ടതാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ 1 മിനിറ്റ് വൈകിക്കൂടാ. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷുകാരൊന്നും യൂറോപ്യന്മാരൊന്നും പഠിച്ചെടുക്കരുത്. നമ്മൾ പഠിക്കേണ്ട വിഷയം. നമ്മളിരുന്ന് അവര് പഠിച്ചതാ ഇതൊക്കെ. സമയത്തിന് നമുക്ക് ഒരു വാല്യൂല്ല. 5 മിനിറ്റ്, 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാ. എത്ര ആളുണ്ടങ്ങനെ? അരമണിക്കൂർ എടുക്കേണ്ട സമയത്തും പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് എത്തി. എന്താ ഈ 10 മിനിറ്റിന്റെ അർത്ഥം? ഇത് ചിന്തിക്കാതെ പറയുന്നത് നുണയാണ്. ഇത് ബോധത്തോടുകൂടെ പറയുന്നത് പച്ച കള്ളമാണ്. അള്ളാന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും. അപ്പൊ എത്ര കുറ്റ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്നത്? ചെയ്തു തീർക്കാൻ കഴിയുന്ന പണികൾ. അപ്പൊ പറയും പണി കിട്ടൂലല്ലോ, ഇത് നാളെ കിട്ടൂല, മറ്റന്നാന്ന് പറഞ്ഞു വേറെ കസ്റ്റമർക്ക് പോകൂലേ. നിന്റെ റാസിഖ് അല്ലാഹു ആണെന്ന വിശ്വാസം നിനക്കുണ്ടോ? നിങ്ങൾക്ക് എന്ത് കിട്ടണം കിട്ടരുതെന്ന് തീരുമാനിച്ചത് എന്റെ റബ്ബാണ്. ഇത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാ കസ്റ്റമർ പോകുന്നത് പേടിക്കുന്നത്? നിനക്കുള്ള കസ്റ്റമർ അല്ലാഹു കൊണ്ടുതരില്ലേ? നമ്മൾ പറയുന്ന കാരണം അതാ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പണി കിട്ടും. കിട്ടും, നിനക്ക് പണി കിട്ടും. അള്ളാഹുവിൽ നിനക്ക് വിശ്വാസമുണ്ടോ? അള്ളാഹുവിന് വേണ്ടി നീ ജീവിച്ചിട്ടുണ്ടോ? നിനക്ക് കിട്ടും. നീ പേടിക്കല്ല. നിന്റെ പേടിയാണ് അവിടെ പിശാച്. പേടിക്കല്ല. സത്യസന്ധരായിട്ട് ജീവിക്കും. സത്യസന്ധരായ കച്ചവടക്കാർ, സത്യസന്ധരായ കൂലിപ്പണിക്കാർ. നാളെ മറ്റന്നാൾ എന്ന് പറഞ്ഞ് പഴപ്പിക്കല്ല, മനുഷ്യന്മാരെ സ്വീപ്പാക്കല്ല. കൃത്യമായ സമയം, കൃത്യമായ ദിവസം, എണ്ണം കൃത്യമാവണം. അതുകൊണ്ട് മുഅ്മിനെ, അള്ളാഹുവിന്റെ അടുത്ത് ശാപം വാങ്ങുന്ന കച്ചവടക്കാരാവല്ലിൻ, ശാപം വാങ്ങുന്ന കൂലിപ്പണിക്കാരാവല്ലിൻ. ലാ യഹില്ലു ലിഅഹദിൻ, ഹദീസാണ് ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദറക്കിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, സ്വഹീഹുൽ ഇസ്നാദായ ഹദീസാണ്. ലാ യഹില്ലു ലിഅഹദിൻ യബീഉ ബൈഅൻ ഇല്ലാ അൻ യുബയ്യിന ആഫതഹു. ഒരു മോശപ്പെട്ട സാധനം വിൽക്കുകയാണെങ്കിൽ അതിന്റെ കുഴപ്പം പറയാതെ വിൽക്കുന്നത് ഹറാമാണ്. കുഴപ്പം എന്താണെന്ന് അറിയുന്ന ആള് ആ കുഴപ്പം വിശദീകരിച്ചു കൊടുക്കാതെ വിൽക്കലും നിങ്ങൾക്ക് ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർ ശ്രദ്ധിക്കുക. മൊബൈൽ ഫോൺ സെക്കൻഡ് ഹാൻഡ് വിൽക്കുകയാണ്, പറഞ്ഞേക്കണം എന്റെ സഹോദര, പറഞ്ഞു കൊടുത്തേക്കണം കുഴപ്പമുള്ളതൊക്കെ. ഇത് ഇടയ്ക്ക് ഹാങ് ആവും, ഇതിന്റെ സൗണ്ട് ഇടയ്ക്ക് പീന്ന് പറഞ്ഞിട്ട് ചെവി പൊളിയും. ഇങ്ങനൊക്കെ കുഴപ്പമുണ്ടോ ആ ഫോണിന്? ഇത് പറഞ്ഞിട്ട് വിറ്റാൽ മതി. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകള് മരക്കച്ചവടം തുടങ്ങി പൊളിഞ്ഞില്ലേ?
ചെറിയ ഓട്ട കാണുമ്പോൾ കസ്റ്റമറോട് പറയാ, ഒരു ഓട്ട കാണുന്നുണ്ട് കേട്ടോ സെന്ററിലും, ചിലപ്പോ ഉള്ളിക്ക് വലിയ ഓട്ടയായിരിക്കും. ടിമ്പർ കച്ചവടം പൊളിഞ്ഞു, പക്ഷെ അള്ളാന്റെ അടുത്ത് പൊളിഞ്ഞോ? ഇല്ല, അള്ളാന്റെ അടുത്ത് പോലും കിട്ടി. അള്ളാഹു അത് സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. എത്ര ഇസ്സത്തിലാ ജീവിച്ചത്, എത്ര ഇസ്സത്തിലാ ജീവിച്ചത് മഹാനവറുകൾ. അള്ളാഹു അവരൊക്കെ നേതൃത്വം നൽകിയ മഹാനായ മഹത്തുക്കളായ ശംസുൽ ഉലമയും മഹാനായ കണ്ണിയത്ത് ഉസ്താദും മഹത്തുക്കളായ ഒരുപാട് ഉലമ അവരൊക്കെ നീങ്ങിയ ആ പാതയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെ മരണം വരെ നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയെ ജീവിപ്പിച്ച ഈ മഹാപ്രസ്ഥാനത്തെ അല്ലാഹു ലോകത്തിന് അനുഗ്രഹമായി ഖിയാമം വരെ ഇവിടെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കച്ചവടം ചെയ്തതാ, ഉള്ളിലെ സർവ്വ കുഴപ്പം പറഞ്ഞു കൊടുത്തു. എന്തേ കാരണം എന്നറിയോ? ഈ ഹദീസാണ്. എന്തെങ്കിലും കുഴപ്പമുള്ള സാധനം വിൽക്കുമ്പോൾ അതിന്റെ കുഴപ്പം എന്താണെന്ന് വിശദീകരിക്കാതെ കസ്റ്റമർക്ക് കച്ചവടം ചെയ്യല്ല. മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ റഹിമഹുല്ലാ, അങ്ങനത്തെ കച്ചവടക്കാരുണ്ടോ ഇവിടെ ഇൻഷാ അല്ലാഹ് റഹ്മത്തിന്റെ മഴ ലഭിക്കും. നമ്മുടെ ഭൂമിയിൽ വെള്ളം വറ്റൂല, നമ്മുടെ കൃഷികൾ നശിക്കൂല, നമ്മുടെ നാട്ടിൽ റഹ്മത്ത് വരും. മുഹമ്മദ് അൽ മുൻഖദിർ റഹിമഹുല്ലാ ഫ്ലാറ്റുകൾ വാടക കൊടുത്തിരുന്ന മഹാന, ആലിമായിരുന്നു. പക്ഷേ ചില ഫ്ലാറ്റിന്റെ വില 5 ദീനാർ, 5 ദിർഹം, ചിലതിന്റെ വില 10 ദിർഹം, അത്രേ ഉള്ളൂ. 5, 10 ഇങ്ങനെ 5ന്റെ 10ന്റെ ഫ്ലാറ്റുകൾ വാടകക്കുണ്ട്. ഒരു അറാബി വന്നു 5ന്റെ വാടകക്കുള്ള ഒരു ഫ്ലാറ്റ് 10 ദിർഹം കൊടുത്തെടുത്തു. ബഹുമാനപ്പെട്ടവരുടെ മകനാ കച്ചവടത്തിയിരുന്നത്. വിഷയം അറിഞ്ഞു. പടച്ചോനെ, 10 ദിർഹം കൊടുത്ത് വാങ്ങിയത് 5ന്റേതാണല്ലോ. നമ്മളൊക്കെ എന്താ പറയാ, അല്ലാഹ് ഗോളടിച്ചു, ഇന്ന് നല്ല ലാഭം, ഇന്ന് വേണേ ഇപ്പൊ പൂട്ടിപ്പോയാലും കുഴപ്പമില്ല, ലാഭം കിട്ടിപ്പോയി. മുഹമ്മദ് ബിൻ മുൻഖദിർ റഹിമഹുല്ലാ നേരം വൈകുന്നേരമാകുന്നവരെ അറാബിയെ തെരഞ്ഞു നടന്നു. ആരാണിത് വാങ്ങിച്ച ആൾ? അറാബിയെ കണ്ടുപിടിച്ചതിന് പറഞ്ഞു, എനിക്ക് 5ന്റെയും 10ന്റെയും ഫ്ലാറ്റുകൾ ഉള്ളതിൽ 5ന്റെ ഫ്ലാറ്റ് നിങ്ങൾ 10 കൊടുത്തിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഞാൻ തരാം. ഒന്നുകിൽ നിങ്ങൾ 10ന്റെ ഫ്ലാറ്റ് എടുക്കും, 10 തന്നിട്ടുണ്ടല്ലോ, 10ന്റെ എടുത്തോളൂ. ഇല്ലെങ്കിൽ 5 നിങ്ങൾ മടക്കി മേടിക്കണം. ഇല്ലേ നിങ്ങളെ വാങ്ങിച്ച കച്ചവടം പൊളിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ 5 തിരിച്ചു തരാം, നിങ്ങൾ ഫ്ലാറ്റ് ഒഴിവാക്കി തരണം. അറാബി വെച്ചു, എനിക്ക് 5 തന്നാ മതി, എന്റെ ബാക്കി 5 തന്നേക്ക്. ഇത് മേടിച്ചിട്ട് ചോദിക്കുക, മൻ ഹാദ ശൈഖ്, ആരാണ് ഇയാൾ? ഇങ്ങനത്തെ കച്ചവടക്കാരനോ? എന്റെ പൈസ അങ്ങോട്ട് ഏറെ കിട്ടിയിട്ട് തിരിച്ചു തരാണ്. ഇത് നിങ്ങൾ ഈ തന്ന 10ന്റെ വില ഇല്ല, ഇതിന് 5 ഉള്ളൂ, ബാക്കി നിങ്ങളുടേതാണ്. നിങ്ങളുടെ ഹക്കിന് എടുക്കാൻ പാടില്ല. ജോലി ചെയ്യുന്നവരെ, വീടുകളിൽ പോയി പണികൾ, മരാമത്ത് പണികൾ ചെയ്തു കൊടുക്കുന്നവർ, ഇലക്ട്രിക്കിന്റെയും വയറിങ്ങിന്റെയും പ്ലംബിങ്ങിന്റെയും പണിയെടുക്കുന്ന ചെറുപ്പക്കാരെ, കൂലിപ്പണിയെടുക്കുന്നവരെ, തെങ്ങുകൾക്ക് അതിന്റെ തളം കയറുന്നവരെ, തെങ്ങ് കയറുന്നവരെ, ഓട്ടോറിക്ഷക്കാർ, വാഹനം ഓടിക്കുന്നവർ, നിങ്ങളുടെ ഹക്കല്ലാതെ നിങ്ങൾ ഏറെ ചോദിക്കല്ലേ, ആളുകളെ പറ്റിച്ചു വാങ്ങല്ലേ. അറാബിയായ മനുഷ്യൻ ചോദിച്ചു, മൻ ഹാദ ശൈഖ്, ആരാണ് ഇയാൾ? ആളുകൾ പറഞ്ഞു, ഇത് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻഖദിർ റഹിമഹുല്ലാഹ്. അറാബി പറഞ്ഞു, ഉറപ്പാണ്, ഉറപ്പാണ്, തീർച്ചയായും. വഹാദാ ഹുവല്ലദീ നുസ്തസ്ഖാ ബിഹി ഫിൽ ഔദിയ, ഞങ്ങളുടെ മലയോരങ്ങളിൽ താമസിക്കുന്ന ഞങ്ങൾ അറാബികൾക്ക് അല്ലാഹു മഴ തരാൻ കാരണം ഇതുപോലെയുള്ള മഹത്തുക്കളാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇത്തരക്കാർ നാട്ടിൽ ജീവിച്ചിരുന്നാൽ ഇവരെ കൊണ്ട് അല്ലാഹു റഹ്മത്ത് തരുമെന്ന് പറഞ്ഞു പോയ മഹാനായ മുഹമ്മദ് ബിനുൽ മുൻഖദിർ റഹിമഹുല്ലാഹ്. മിനിങ്ങളെ, കച്ചവടക്കാര് ശ്രദ്ധിക്കണം. അതൊക്കെ ലാഭെടുക്കല്ലിൻ, ഹറാമായ കച്ചവടം ചെയ്യല്ലിൻ. ഹറാമായ കച്ചവടം ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ നാടുകളിൽ ഇന്ന് ആവശ്യമുള്ള ഒരു വിഷയം LIC, ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. മുഅ്മിനെ, ഒരു സംശയമില്ല, ഒരു ഫത്വ ആരോട് ചോദിക്കാനും പോകേണ്ട ആവശ്യമില്ല. അത് ഗ്യാരണ്ടിയാണ്. ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാലല്ലാതെ അത് ഹലാലല്ല. വാഹനത്തിന് ഇൻഷൂർ ഹറാമ് തന്നെയാണ്. പക്ഷേ അത് ഇൻഷൂർ ചെയ്തില്ലെങ്കിൽ, റോട്ടിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് റുഖ്സയുണ്ട്, ഇളവുണ്ട്. നിങ്ങൾ അടച്ച 20,000 അടച്ചു, ഇനി കിട്ടുമ്പോ 30,000 40,000 കിട്ടുക. പച്ച പലിശയുടെ പൈസയാണ്, അത് എടുക്കാൻ പാടില്ല. ലീസിന് കൊടുക്കുന്നുണ്ടല്ലോ, ലീസിന്റെ ഏർപ്പാട്. വാഹനം ഗൾഫുകാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് വണ്ടി എടുക്കുന്നുണ്ട്, 1 ലക്ഷം റുപ്യ കൈ കൊടുത്തു, ഇവൻ 1 മാസം വാഹനം ഓടിച്ചു, വാഹനം തിരിച്ചു കൊടുത്തു, 1 ലക്ഷം ഇവന് തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇപ്പൊ എത്രയും ചെലവാക്കിയത് പെട്രോൾ അടിച്ച് മാത്രം, വാഹനത്തിന് വാടകല്ല. എന്തേ വാഹനം പണയം കൊടുത്തു, ആ പൈസ അത് മുതലാളി ഉപയോഗിച്ച്
വാഹനം തിരിച്ചെടുത്തപ്പോ ആ പൈസ തിരിച്ചു തന്നു. അങ്ങനെ നടക്കുന്നില്ലേ? വീട് പണയത്തിന് വാങ്ങിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട്. വീടിന്റെ വാടക എത്രയാ? ഒരു കൊല്ലത്തേക്ക് 50,000 അങ്ങോട്ട് കൊടുത്തു വീടിന്റെ ഉടമസ്ഥന്. ഒരു കൊല്ലം താമസിച്ച് തിരിച്ചു പോരുമ്പോ ഉടമസ്ഥന് 50,000 കൊണ്ടുപോയിക്കോളി. ഏതെങ്കിലും ഒരു കടം കൊടുക്കൽ, ആ കടത്തിന്റെ പിന്നാലെ ഒരു ഉപകാരം അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് പലിശയാണെന്ന് ഫുഖഹാ പറഞ്ഞിട്ടില്ലേ? പലിശയുടെ ഏർപ്പാടാണത്, പലിശയാണത്, പാടില്ല. കുല്ലു ഖർദിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ, അത് പലിശയാണ്. ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിക്കോളിൻ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചെയ്യല്ലേ. ലൈഫ് ഇൻഷുറൻസ് വേണ്ട മുഅ്മിനേ, ഹറാമാണത്. എന്റെ ലൈഫ് ഇൻഷൂർ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി തവക്കൽതു അലൈക്, നിന്റെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട് പടച്ചവനെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ഇൻഷുറൻസുകാരനും നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരു ഇൻഷുറൻസുകാരന് നിങ്ങൾക്ക് സംരക്ഷണം വാഗ്ദത്തം ചെയ്യാൻ പറ്റുമോ? ഇവന്റെ കമ്പനിയും ഈ ഏജന്റിന്റെയും ശരീരമടക്കം ഏതൊരു രാജാതിരാജന്റെ കയ്യിലാണോ, ആ രാജാതിരാജനിൽ തവക്കുൽ ചെയ്യുന്ന മുസ്ലിമിന് പിന്നെ എന്തിന് വേണം ഇൻഷുറൻസ്? മുഅ്മിനേ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ഹറാമുകളിൽ ചെന്ന് ചാടാതെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരാണ് നുസ്തസ്ഖാ ബിഹി ഫിൽ ബവാദി ഇദാ ഖഹതുനാ, ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ മഴ കിട്ടാൻ കാരണം ഇവരെ പോലെയുള്ള മഹത്തുക്കളായ കച്ചവടക്കാരാണ്. 5 ദിർഹം തിരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളുടേതാ, എനിക്ക് വേണ്ട. കച്ചവടക്കാർ വാങ്ങുന്നവരെ ബുദ്ധിമുട്ടാക്കരുത്, കൊടുക്കുന്നവരും ബുദ്ധിമുട്ടാക്കരുത്. അങ്ങനത്തെ കസ്റ്റമറും അങ്ങനത്തെ കച്ചവടക്കാരനും റഹിമല്ലാഹ്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊള്ളലാപെടുക്കരുത്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ടവർക്കൊരു കോവർ കഴുതയുണ്ട്, ബഗ്ല, മ്യൂൾ എന്ന് പറയും, MULE, മ്യൂൾ, ബഗ്ല. The donkey അല്ല, ഹോഴ്സും അല്ല, അതിന്റെ ഇൻ ബിറ്റ്വീൻ, മ്യൂൾ. 400 ദിർഹം വില. 400 ദിർഹം കച്ചവടം ഇങ്ങനെ നടക്കാൻ നിൽക്കുമ്പോ ഇയാള് പറഞ്ഞു, ഹസൻ അൽ ബസ്രി ഇസ്മ, കുറച്ച് എന്തെങ്കിലും ഒരു അളവ് തരേൻ. 100 കുറച്ചു. വില തന്നെ 400, 300 കിട്ടിയ വേണ്ട. കസ്റ്റമർ പറയാൻ അങ്ങനെ കൊണ്ട് നമ്മൾ കച്ചവടക്കാർക്ക് പറ്റൂലേ? ഞാൻ അത് പറഞ്ഞുതരാം, എങ്ങനെയൊക്കെ ജീവിച്ച കച്ചവടക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നിങ്ങളെ മുതൽ നഷ്ടപ്പെടുത്തി കച്ചവടം ചെയ്യും വേണ്ട. എങ്കിൽ ഇതൊക്കെ പ്രാബല്യത്തിൽ വരുത്താൻ തവക്കുലുണ്ടോ? ചെയ്തോളൂ. 100 കുറച്ചു 300. ആ നേരം അയാൾ പറഞ്ഞു, അഹ്സിൻ യാ അബാ സഈദ്, ഹസൻ അൽ ബസ്രി, നിങ്ങൾ നന്മ ചെയ്യണം കേട്ടോ. 100 പിന്നെയും കുറച്ചു, 200. ഇതിന്റെ മുതല് ലാഭടക്കം 400 വേണം. ആളുകൾ പറഞ്ഞു, ഹസൻ ബസ്രി 400ന്റെ സാധനം പകുതി വിലക്കാളുകൾ കൊടുത്തത് അവൻ നന്മ ചെയ്യാൻ പറഞ്ഞില്ലേ. വഹാകദൽ ഇഹ്സാൻ, ഇങ്ങനെയാണ് നന്മ ചെയ്യുക എന്ന് മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു തആല അവരൊക്കെ ചെയ്ത കച്ചവടം ആഖിറത്തിന്റെ കച്ചവടമാണ്. ആഖിറത്തിന് മുതലെടുക്കണം. പൈസ ഉണ്ടാക്കി മുതലാളിയായി അതിന്മേൽ കടന്നുറങ്ങണം. ഇതല്ല അവരുടെ ലക്ഷ്യം. എങ്ങനെ ഈ കച്ചവടം കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, എപ്പോഴും പറയും, കച്ചവടക്കാരെ, നിങ്ങളുടെ ഇജഅലു അവ്വല നഹാരിക്കും ലിആഖിറതിക്കും, നിങ്ങളുടെ പകലിന്റെ ആദ്യ ഭാഗം ആഖിറത്തിന് വിട്ടുകൊടുക്കണം. വമാ ബഅദഹു ലിദുനിയാകും, രാവിലെ അങ്ങോട്ട് പോയി ദുഹാ നിസ്കാരമില്ല, സുബ്ഹി ഇല്ല, ഇങ്ങനായി പോവല്ലേ. രാവിലെ കുറച്ച് ഖുർആനൊക്കെ ഓതി രാവിലെ കുറച്ചു നേരം ആഖിറത്തിന്, പിന്നെ കച്ചവടം തുടർന്നേക്കും. അല്ലെങ്കിൽ കച്ചവടത്തിൽ ചെന്നിരുന്നു അവിടെ നിന്ന് കുറച്ച് ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തണം. മൻ ദഖല സൂഖ, അങ്ങാടി കയറുമ്പോ ദിക്റുണ്ട്. ചെറിയ അങ്ങാടിക്ക് വരാൻ, ഇങ്ങോട്ട് കടക്കാനൊക്കെ ദിക്റുണ്ട്. അങ്ങാടി കടക്കാൻ ദിക്റുണ്ട്, സൂപ്പർ മാർക്കറ്റ് കടക്കാൻ ദിക്റുണ്ട്, ഷോപ്പിംഗ് മാളിലേക്ക് കടക്കാൻ ദിക്റുണ്ട്. ജ്വല്ലറി വാങ്ങാൻ പോകുന്ന പെങ്ങളെ, നിങ്ങൾക്ക് ദിക്ർ ചൊല്ലിയിട്ടേ കടക്കാൻ പറ്റുള്ളൂ. എന്താ ദിക്ർ എന്നറിയോ? നമുക്കൊക്കെ പഠിക്കാൻ പറ്റിയ ദിക്റാ. മൻ ദഖല സൂഖ, ആരെങ്കിലും സൂഖിലേക്ക് കടന്നാൽ, അങ്ങാടിയിലേക്ക് കടന്നാൽ, ഫഖാല, എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്
ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര കൂലി എന്നറിയോ? 10 ലക്ഷം. കതബല്ലാഹു ലഹു അൽഫ ഹസന, 10 ലക്ഷം കൂലി അയാൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇതൊക്കെ ഡെയിലി ജീവിതത്തിലില്ലേ? അങ്ങാടി പോകൂലേ? ചിക്കൻ വാങ്ങാൻ പോകണം, പച്ചക്കറി വാങ്ങിക്കാൻ പോകണം, ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട്, ഓർണമെന്റ്സ് വാങ്ങിക്കാൻ പോകുന്നുണ്ട്, ജ്വൽസ് വാങ്ങാൻ പോകുന്നുണ്ട്. എവിടെ പോയാലും ഈ ദിക്ർ ചൊല്ലിക്കോളൂ. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت. അവിടെത്തി. ഇനി ഒന്ന് ചെറിയ ട്വിസ്റ്റ്. വഹുവ ഹയ്യുൻ ലാ യമൂത് ചേർത്ത് കൊടുക്കുക. വഹുവ ഹയ്യുൻ ലാ യമൂത്, പിന്നെ ബിയദിഹിൽ ഖൈർ. അത്രേ ഉള്ളൂ. അതാകുമ്പോൾ പുതിയത്. വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചൊല്ലുന്ന ദിക്റിലുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്ർ തന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യാം? യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ അങ്ങാടിക്ക് ഇറങ്ങിയത് മുതലായി. ഇതൊക്കെ ഒരു ദിവസത്തിലില്ലേ? അങ്ങാടിക്ക് പോയത് കൂലി എത്ര കൂലി എന്നറിയോ? അങ്ങാടി പോയി വന്നുമ്പോ 1 കിലോ ചിക്കൻ വാങ്ങി പോന്നപ്പോ കിട്ടിയ കൂലി 10 ലക്ഷം നന്മ. പടച്ചോനെ, എന്താ കാരണം എന്നറിയോ? അങ്ങാടി പോയാലൊന്നും അള്ളാനെ ഓർമ്മ വരാറില്ല. അതാ വിഷയം. അങ്ങാടി പോയാ ടെക്സ്റ്റൈൽസുമല്ല ഡമ്മി കിട്ടെടുത്ത കുപ്പായ ആലൊക്കെ പടച്ച റബ്ബേ. അതുകൊണ്ട് മുഅ്മിനെ ഹദീസ് പഠിക്കണം. മൻ ദഖല സൂഖ, സൂഖിലേക്ക് അങ്ങാടിയിലേക്ക് കടക്കുകയും എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ ഒരുമിച്ച് ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോരല്ലോ, ഉറക്കെ ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത്. ഒന്നുകൂടെ, വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷം നന്മയാണ്. ചില്ലറയാണോ ഈ പറഞ്ഞത്? 10 ലക്ഷം. 1 million rewards, ഹസനാത്ത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, സാലിം ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ, മഹാനായ മുഹമ്മദ് ബിൻ വാസി റഹ്മഹുല്ലാ, ഒരു സാധനം മേടിക്കാനില്ലെങ്കിലും അങ്ങാടിയിൽ കടക്കുമ്പോൾ ചൊല്ലേണ്ട ഈ ദിക്ർ ചൊല്ലി 10 ലക്ഷം കൂലി കിട്ടാൻ വേണ്ടി വെറുതെ അങ്ങാടിയിൽ പോയി വരാറുണ്ടായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും വാങ്ങാനല്ല, ഈ ഒരു ദിക്ർ ചൊല്ലണേ അങ്ങാടിക്ക് തന്നെ പോണ്ടേ? അങ്ങാടിയിൽ ചൊല്ലിയാൽ കിട്ടുന്ന കൂലി കിട്ടണമെങ്കിൽ അവിടെ തന്നെ പോണ്ടേ? അതിന് സൂഖിലേക്ക് വെറുതെ പോയിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ പുത്രൻ സാലിം ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ, മഹാനായ താബിഈൻ, മഹാനായ മുഹമ്മദ് ബിൻ വാസി റഹ്മഹുല്ലാ, വെറും ദിക്ർ ചൊല്ലി കൂലി കിട്ടാൻ വേണ്ടി അങ്ങാടിയിൽ കടക്കുമായിരുന്നു. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. കച്ചവടക്കാർ ദിക്ർ ചൊല്ലണം. ആണുങ്ങളും പെണ്ണുങ്ങളും സാധനം വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പെണ്ണുങ്ങളെ കാണാൻ ആണിന് പറ്റാത്ത പെണ്ണുങ്ങൾ, മഹറമല്ലാത്ത കസ്റ്റമർ വരുമ്പോ അവരോട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കല്ലേ നീ, ഇക്ലിപ്പെടുത്തുന്ന വാക്ക് പറയല്ലേ നീ. ആ പെണ്ണിനെ തൊടാനോ സംസാരിക്കാനോ നിനക്ക് അവകാശമുണ്ടോ? ഇല്ല. ആ കച്ചവടം നടക്കാനുള്ള മിനിമം കോൺവെർസേഷൻ എന്തോ അത് മാത്രമല്ലാതെ ഒരു പെണ്ണിന്റെ ഔറത്തിലേക്ക് നീ നോക്കല്ലേ. കണ്ണ് നീ സൂക്ഷിക്കണേ കച്ചവടക്കാരാ. ടെക്സ്റ്റൈൽസുകൾ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ, പെണ്ണുങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ ദയവ് ചെയ്ത് മുതലാളിമാർ ആ ഡിപ്പാർട്ട്മെന്റിൽ, ആ ഏരിയയിൽ പെണ്ണുങ്ങളെ നിർത്തണം. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഇന്നർവെയർ വിൽക്കാൻ വേണ്ടി നിൽക്കല്ലേ. ഹറാമാണത്, ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ടൈലർമാർ പെണ്ണുങ്ങളുടെ വസ്ത്രം അവർക്ക് നെയ്തു കൊടുക്കുന്ന സമയം അളവെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അവളുടെ ശരീരം അടക്കാൻ പറ്റുമോ? പരിശുദ്ധ ദീൻ ഹറാമാക്കിയ വിഷയമല്ലേ. അളവുള്ള വസ്ത്രം പെണ്ണെ നീ അയച്ചു കൊടുക്ക്. ഒരന്യന്റെ മുന്നിൽ നീ പോയി നിന്ന് കൊടുക്കുന്ന നിനക്ക് ഹറാമാണ്. ഇതൊക്കെ നീ ചെയ്യണമെന്ന് നിന്നെ പഠിപ്പിക്കുന്നത് ആധുനിക സംസ്കാരമാണ്, നമ്മുടെ സിനിമാ സംവിധാനങ്ങളാണ്. നീ ചെയ്യല്ലേ, നിനക്കത് ഹറാം, നിനക്കിത് ഹറാം.
ആണുങ്ങളും പെണ്ണുങ്ങളും കണ്ണു സൂക്ഷിക്കണം. അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ ആരെ വീട്ടിലിരിക്കണം, നേരം വിളിട്ട് ഇറങ്ങിയല്ലേ. അതുകൊണ്ട് അങ്ങാടിയുടെ മസല തന്നെയല്ലേ പറയേണ്ട. ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലും ബസ് സ്റ്റോപ്പിലും ബസ്സിലും കാറിലും ഒക്കെ തന്നെയല്ലേ. പെണ്ണുങ്ങളുടെ ആക്സസറീസ് വിൽക്കുന്ന, അത്തരം ജ്വൽസ് ഓർണമെന്റ്സുകൾ വിൽക്കുന്ന ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കും. ഇങ്ങനെയൊക്കെ ഹറാമിലേക്കുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഓട്ടോ ഡ്രൈവർമാർ അല്ലേ, പെണ്ണുങ്ങൾ 4 വിളിങ്ങൾ ഡ്രൈവർമാർക്ക് വിളിച്ചാൽ പോലെ വാട്സപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് വന്നു അല്ലെ, ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനായി. പിന്നെ അത് എത്തിപ്പെടുന്ന ഹറാമുകൾ എന്താന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നടക്കണില്ലേ ഇതൊക്കെ? കച്ചവടക്കാർ തമ്മിൽ പെണ്ണുങ്ങൾ എന്താ ഡയലോഗ്, ഹോസ്പിറ്റലിൽ കയറി ചെന്നിട്ട് അന്യ ആളുകളോട്, ടെക്സ്റ്റൈൽസിൽ കയറി ചെന്നിട്ട് അവിടെ നിൽക്കുന്ന പുരുഷന്മാരോടൊക്കെ എന്താ വർത്താനം. മിനിമം നിങ്ങൾക്ക് പറയാൻ എന്ത് പറ്റോ അതല്ലാതെ അവിടെ നിങ്ങൾക്ക് ഹലാലല്ല. സൂക്ഷിച്ചിട്ട് വേണ്ടതൊക്കെ പറയാൻ. പുരുഷന്മാരുണ്ടായിരിക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തെറ്റല്ലേ പെണ്ണെ? തെറ്റാണ് പെണ്ണെ. നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് പറയാണ്. ദീൻ അങ്ങാടിയിൽ കൊടുത്ത് തിരിച്ചു വരല്ലേ പെണ്ണുങ്ങളെ? ദീൻ അങ്ങാടിയിൽ കൊടുത്തുപോയി തിരിച്ചു വരല്ലേ? ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരാ, മുതലാളിമാരെ, കച്ചവടക്കാരെ, കണ്ണു സൂക്ഷിക്കേ. നാവിൽ ദിക്ർ ചൊല്ലിക്കോളി. ദിക്ർ കൊണ്ട് നനയാത്ത നാവാണെങ്കിൽ അവിടെ പിശാച് ഹൃദയത്തിലേക്ക് കയറിക്കൂടുമെന്ന് ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും ദിക്ർ ചൊല്ലിക്കോളി, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കോളി. കാണുന്നതൊക്കെ ഹറാമുകളാണ്. അങ്ങനെ അങ്ങാടിയിൽ ദിക്ർ ചൊല്ലുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. എത്രത്തോളം ഇഷ്ടമെന്നറിയുമോ? ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ, യുദ്ധം നടന്നാൽ യുദ്ധമുണ്ടാകുമ്പോൾ പിന്തിരിഞ്ഞോടുന്നത് വൻപാപമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ. അങ്ങനെ വൻപാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ ജിഹാദിന് വേണ്ടി മുന്നോട്ട് വരുന്ന യോദ്ധാക്കളെ പോലെ അല്ലാഹു തആല ആളുകൾ അശ്രദ്ധരായിരിക്കുന്ന സ്ഥലത്ത്, അശ്രദ്ധരാകുന്ന സ്ഥലത്ത് ദിക്ർ ചൊല്ലുന്നവർക്ക് അത്തരം യോദ്ധാക്കളുടെ കൂലി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ആളുകൾ ദിക്ർ ചൊല്ലാത്ത ഒരു സ്ഥലം. അങ്ങാടിയിലൊക്കെ ഇപ്പൊ ആരാ ദിക്റിലിരിക്കുന്നത്? ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലൊക്കെ ആരാ ദിക്റിലിരിക്കുന്നത്? ചെല്ലുന്നവരുണ്ട്, അൽഹംദുലില്ലാ. നിങ്ങളത് സ്ഥിരാക്കിക്കോളി. എല്ലാത്തവര് ആളുകളൊക്കെ എന്തൊക്കെയോ സിനിമാ പോസ്റ്റർ കണ്ട് നിൽക്കുകയാണ്. ബസ്സിൽ വെച്ച കോട്ടം കേട്ട് അങ്ങനെ ആലോചിച്ചു വളർക്കിരിക്കുകയാണ്. റബ്ബേ, നീ ദിക്ർ ചൊല്ലിക്കോ. അവിടെ അശ്രദ്ധ നടക്കുന്ന സ്ഥലമാണ്, പിശാച് തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അവിടെ ദിക്ർ ചൊല്ലിയാൽ യുദ്ധത്തിന് പിന്തിരിഞ്ഞോടുന്നവരുടെ പിന്നാലെ യുദ്ധം ചെയ്ത് മുന്നേറുന്ന യോദ്ധാവിന്റെ കൂലിയും മരിച്ചവർക്കിടയിൽ ജീവിച്ചിരിക്കുന്നവന്റെ പുണ്യമെത്ര അതുപോലെയാണ് ദിക്ർ ചൊല്ലാത്തടത്ത് ദിക്ർ ചൊല്ലുന്നത്. കച്ചവടക്കാർ ദിക്ർ ചൊല്ലണം. കച്ചവടക്കാർ അങ്ങാടിയിൽ പോകുന്നവർ ദിക്ർ ചൊല്ലണേ. അല്ലാഹു സഹായിക്കട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വിഷയം, ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. ഈ പണിയില്ലാത്ത ചെറുപ്പക്കാരാണ് മഹല്ലിന് പണി തരുന്നത്. അവരാണ് പോലീസുകാർക്ക് പണി ഉണ്ടാക്കുന്നത്. ഒരു പണിയില്ലാത്തവര് ബൈക്കേറ്റ് അങ്ങനെ നടക്കുകയാണ്, കാറുണ്ട്, പെട്രോൾ അടിച്ച് അങ്ങനെ നടക്കുക. അപ്പൊ അങ്ങനെ ആലോചിക്കുകയാണ്, ഇന്നിപ്പോ എന്താ ചെയ്യുക? ഇന്നത്തെ അഡ്വഞ്ചർ എന്താ? ജോലി ചെയ്യണം ചെറുപ്പക്കാർ. ഈ മുതലാളിമാരെ മക്കളാണെങ്കിൽ പോലും ജോലി ചെയ്യണം. മുതലാളിമാരോട് പറയണം, നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത നിഅമത്തൊക്കെ ശരിയാണ്, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിച്ചോളി. പക്ഷെ മക്കൾക്കും തലമുറക്കും വേണ്ടി സമ്പാദിക്കണ്ട. മക്കൾക്ക് അവർ സമ്പാദിച്ചോട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വത്തൊക്കെ അവരടിച്ച് പൊടിച്ച് നശിപ്പിക്കും. സമ്പത്തിന്റെ വില എന്താന്ന് മക്കൾക്ക് അറിയൂല. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കല്ലേ. അപ്പൊ അതാ ചെയ്യേണ്ടത്. അവനവന്റെ ആവശ്യങ്ങളൊക്കെ തീർന്നിനി കുട്ടിയൊക്കെ എന്തെങ്കിലും ബാക്കി, അതൊന്നും നീ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടാണോ വാപ്പ പോയത്? അല്ല, നിങ്ങൾ അധ്വാനിച്ചില്ലേ, മക്കൾ അധ്വാനിക്കണം. അധ്വാനത്തിന് കൂലിണ്ട്. അല്ലാഹു ജോലി ചെയ്യാൻ പറയുന്ന ഹദീസാണിത്, ആയത്താണിത്, പരിശുദ്ധ ഖുർആൻ. ജോലി ചെയ്യണം. നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴികൾ അല്ലാഹു ഭൂമിയിൽ എമ്പാടും വെച്ചിട്ടുണ്ട്. വെറൈറ്റി ഓഫ് ജോബ്സ്. എല്ലാവരും എഞ്ചിനീയർമാരും ഡോക്ടർമാരായ ആരെവിടെ മീൻ പിടിക്കാൻ പോവുക? അതുകൊണ്ടാണ് അള്ളാഹു ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. ചിലർ പഠിക്കുന്നത് എയറോനോട്ടിക്സ്, ചിലർ പഠിക്കുന്നത് ഫിസിയോതെറാപ്പി, ചിലർ പഠിക്കുന്നത് ഓട്ടോ മെക്കാനിസം. ഇങ്ങനെയൊക്കെ അള്ളാഹു ഓരോരുത്തർ. ചിലർ ടൈലറിങ്ങിന്, ചിലർ ഞാൻ കൂലിപ്പണി ജീവിച്ചോളാം. ഇവരൊക്കെ വേണ്ടേ ലോകത്ത്? എന്നാലല്ലേ കാര്യങ്ങൾ നടക്കൂ.
സൂറത്തുൽ ആറാഫ് വജഅൽനാ ലക്കും ഫീഹാ മആയിഷ നിങ്ങൾക്ക് ജോലി തന്നവൻ അല്ലാഹു അല്ലയോ ഖലീലം മാ തഷ്കുറൂൻ കിട്ടിയ ജോലിക്ക് നന്ദി ചെയ്യുന്നവരുണ്ടോ? നിങ്ങൾ കുറച്ചല്ലേ നന്ദി ചെയ്യുന്നുള്ളൂ? നമ്മൾ മലയാളികൾ എന്താ ചിന്തിക്കുക? പടച്ചോനെ എന്റെ മുതലാളിക്ക് കിട്ടണ പൈസ എത്രയാ ഒരു ദിവസം, അതിൽ നിന്ന് എനിക്ക് തരുന്ന ശമ്പളം ഇത്ര, ഈ മുതലാളി തീരെ ശരിയില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ മലയാളികൾ ചിന്തിക്കുന്നത്. തമിഴന്മാർ ചിന്തിക്കും പടച്ചോനെ നമ്മൾ മുതലാളിക്ക് ரொம்ப പൈസ ഉണ്ടായതുകൊണ്ടല്ലേ എനിക്ക് ശമ്പളം തരാൻ പറ്റണത്, മുതലാളിൻ്റെ അടുത്ത് കായില്ലെങ്കിൽ എനിക്ക് ജോലി ഇല്ലല്ലോ. നമ്മൾ ഇന്ത്യക്ക് ഈ മുതലാളിനെ അട്ടിമറിച്ച് അടുത്തൊരു പുതിയ ഷോപ്പ് അടുത്തന്നെ ഞാൻ തുടങ്ങും, 2 കൊല്ലം കഴിയട്ടെ അല്ലേ. നിങ്ങൾക്ക് ജോലി കിട്ടിയതിനും ശമ്പളം കിട്ടിയതിനും നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? കിട്ടിയ ശമ്പളം എണ്ണം കുറഞ്ഞു നല്ല വിഷയം. ജോലി ചെയ്യാൻ സാധിക്കാതെ മെഡിക്കൽ ടെസ്റ്റ് ഫെയിൽ ആകുന്നവരില്ലേ? ജോലി ചെയ്യാൻ കഴിയാതെ ബെഡിൽ കിടക്കുന്നവരില്ലേ? നിനക്ക് ജോലി എത്ര കുറഞ്ഞ ശമ്പളമാണെങ്കിലും നീ അതിന് ശുക്ർ ചെയ്തോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. നിനക്ക് ജോലി തന്ന എംപ്ലോയർ, തന്റെ ജോലിക്കാരൻ, താൻ ഏത് സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുവോ അവൻ മുസ്ലിമോ അമുസ്ലിമോ ആയിരിക്കട്ടെ, പടച്ചവനെ നീ ഇയാൾക്ക് ബറക്കത്ത് ചെയ്താലല്ലയോ ഞങ്ങൾക്ക് ജോലി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? ഖുർആൻ പറയാ നിങ്ങൾക്കൊക്കെ ജോലി ഞാൻ തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ശുക്ർ ചെയ്യാറില്ല, നിങ്ങൾ അപ്പ പിടിക്കും കൂടി. അവിടെ പൂട്ടിക്കണം. ഈ തുറപ്പിക്കാൻ ആരാണ്ടാവുക? പിന്നെ പൂട്ടിക്കാൻ എല്ലാവരും ഉണ്ട്. ആരാ തുറപ്പിക്കുക? ഇവിടെ ജോലി വേണ്ടേ? ഫാക്ടറികൾ പ്രവർത്തിക്കണ്ടേ? ജോലി ഓപ്പർച്യൂണിറ്റീസ് വേണ്ടേ? പൂട്ടിക്കാൻ സമരം പിടിച്ച് നടന്ന് നാട്ടിലെ ജോലി സാധ്യതകൾ പൂട്ടിവെക്കലാണോ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യേണ്ട നന്ദി? ഖലീലം മാ തഷ്കുറൂൻ. ജോലി കിട്ടിയതിന് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലല്ലേ? അള്ളാഹു ചോദിക്കുക. ചെറുതും വലുതും ജോലിയുള്ളവർ നന്ദി ചെയ്തോളി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളൂ. കിട്ടിയ ജോലിക്ക് അൽഹംദുലില്ലാ. ജോലി ഇല്ലാത്തവനും പറഞ്ഞു അൽഹംദുലില്ലാ. ഖലീലം മാ തഷ്കുറൂൻ മിനദ്ദുനൂബി ദുനൂബ്. അപ്പോൾ ഓർമ്മ വരുന്നു, പണിയില്ലാത്തവരോട് ഇരിക്കുന്നുണ്ടല്ലോ ജോലി ഇല്ലാത്തവര്. അല്ലാഹു ഖൈറായ ജോലി തരട്ടെ. ജോലിയിൽ ടെൻഷൻ ഉള്ളവരുണ്ട്, ഭയങ്കര തലവേദന. ആ മാനേജർ ജീവിക്കുന്ന കാലത്തോളം എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഇവിടെ. ഒരു ലൈൻ മാനേജറെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസറെ കുറിച്ച്. ജോലിയിൽ ടെൻഷൻ, അതിനൊക്കെ കൂലുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതിനൊക്കെ കൂലുണ്ട്. ചിലരൊക്കെ ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോ എയർപോർട്ടിൽ കരയണത് കാണാം. കരഞ്ഞിട്ടാ പോണത്. റബ്ബേ എന്റെ അറബിന്റെ അടുത്തേക്കാ ഞാൻ പോണത്, പടച്ചോനെ കഫ്തീരിക്കാൻ ഞാൻ കയറാൻ പോണെന്ന്, അടുത്ത ലീവ് പെരുന്നാക്ക് 1/2 ദിവസം കിട്ടിയെങ്കിലായി. കരയാണ് ജോലിയിലെ പ്രയാസം ആലോചിച്ചിട്ട്. ഹദീസ് കേൾക്കണം നിങ്ങൾക്ക്. മിനദ്ദുനൂബി ദുനൂബ് ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈശ. ഇങ്ങനെ മിനദ്ദുനൂബി ദുനൂബുൻ, തെറ്റുകളിൽ ചില തെറ്റുകളുണ്ട്. ലാ യുകഫിറുഹാ, ആ തെറ്റ് പൊറുക്കപ്പെടണമെങ്കിൽ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈശ, ജോലി അന്വേഷിച്ച് ടെൻഷൻ അടിക്കലല്ലാതെ ആ തെറ്റ് പൊറുക്കപ്പെടാൻ വേറെ വഴിയില്ല. അങ്ങനത്തെ ചില തെറ്റുകളുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ 2 ഇന്റർവ്യൂ കഴിഞ്ഞു, ആരും വിളിച്ചിട്ടില്ല, പതുക്കാൻ തുടങ്ങി. പടച്ചറബ്ബേ 3 ഇന്റർവ്യൂ കഴിഞ്ഞു, 4 കഴിഞ്ഞു, ഇതുവരെ ജോലി ഓഫർ വന്നിട്ടില്ല. ഇങ്ങനെ ജോലിയെ കുറിച്ചുള്ള ടെൻഷൻ കൊണ്ട് എത്രയോ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇനി എന്താ വേണ്ടത്? ഇന്ന മിനദ്ദുനൂബി ദുനൂബൻ മിനദ്ദുനൂബി ദുനൂബുൻ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈശ. ജോലി അന്വേഷിച്ച് നടക്കുകയാണ്, വിസക്ക് അപ്ലൈ ചെയ്തു, റിജക്ട്. ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്തു, ഫെയിൽ. ജോലി അപേക്ഷിച്ചു, റിജക്റ്റഡ്. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജോലി ഇല്ലല്ലോ പടച്ചവനെ എന്ന് ചിന്തിക്കുന്ന മനസ്സിന്റെ വിഷമം, ആ വിഷമം കൊണ്ട് മാത്രം പൊറുക്കപ്പെടുന്ന ചില തെറ്റുകളുണ്ട്. ആ തെറ്റിന് പ്രായശ്ചിത്തം ഈ ടെൻഷൻ ആണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അങ്ങനെ ടെൻഷൻ ഇല്ലെങ്കിൽ, മഈശത്തിനെ കുറിച്ചുള്ള ടെൻഷൻ ഇല്ലെങ്കിൽ പൊറുക്കപ്പെടാത്ത പാപങ്ങൾ ഉണ്ടെന്ന് റസൂലുള്ളാഹി. അപ്പൊ ഈ ടെൻഷൻ അടിച്ചത് ലാഭല്ലേ? ജോലി കിട്ടാതെ നടന്നത് ലാഭമാണ്, കിട്ടിയത് ലാഭമാണ്. എന്താണ് ഇസ്ലാം? ഇവരൊക്കെ ഇസ്ലാം പരിഗണിച്ചില്ലേ? ജോലി ഇല്ലാത്തവരെ പരിഗണിച്ചു, ഇന്റർവ്യൂക്ക് ഫെയിലായവനെ പരിഗണിച്ചു, ഇന്റർവ്യൂ കിട്ടിയവനെ പരിഗണിച്ചു, കച്ചവടക്കാരനെ പരിഗണിച്ചു, വാങ്ങുന്നവനെ പരിഗണിച്ചു. എല്ലാം ഇതല്ലേ അള്ളാഹുവിന്റെ ഇസ്ലാം? ഇതല്ലേ അള്ളാഹുവിന്റെ ദീൻ? എന്തൊരു അത്ഭുതമാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോ, സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ അതിലെ കടന്നുപോയി. മഹാനായ ഇമാം തബറാനി അവരുടെ 3 മആജിമിനെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, സ്വഹീഹായ ഹദീസ്. ഒരു ചെറുപ്പക്കാരൻ
നല്ല മസിലും ശരീരവുമുള്ള ഒരു ചെറുപ്പക്കാരൻ, 6 പാക്ക് ആയിക്കോട്ടെ. അതൊക്കെ നിങ്ങൾ കൂലി കിട്ടുന്ന ഞാൻ പറയാൻ പോണത്. അതിനൊക്കെ കൂലുണ്ട്. എപ്പെന്നറിയോ? നിങ്ങൾ അള്ളാന്റെ വഴിയിലാണ് ജിം ചെയ്താൽ, നിങ്ങൾ പിശാചിന്റെ വഴിയിലാണ് ചില നേരത്തെ. അത് എപ്പോഴാണെന്ന് പറഞ്ഞിരുന്ന ഹദീസാണിത്. അപ്പൊ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അതിൽ നിങ്ങൾ കടന്നുപോയി. ഇതൊക്കെ നമുക്ക് പഠിക്കാനല്ലേ അള്ളാഹു അത്തരം ഹദീസുകളുടെ സാഹചര്യം സൃഷ്ടിച്ചത്? ഒരു ചെറുപ്പക്കാരൻ നല്ല മസിലൊക്കെ ഉള്ള ചെറുപ്പക്കാർ. അത്യാവശ്യം മസിലൊക്കെ ഉണ്ടാകുമ്പോ ടീഷർട്ടിന്റെ കൈയിന്റെ അതൊക്കെ ഇതുവരെ അങ്ങനെ ചുരുങ്ങിപ്പോവും. പിന്നീട് മുട്ടുവരെ ഒന്നും മറക്കൂല. ആ മസില് കാണണ്ടേ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ചെയ്തൊക്കെയും ഈ കോഴിമുട്ടയും പാലും കുടിച്ചൊക്കെ വെറുതെ ആയി പോയില്ലേ എന്നാ വിചാരം. ആ മസിലിങ്ങനെ കാണിക്കുമ്പോ കൽബിലൊരു കുളിർമ വരുന്നുണ്ടോ? അതുണ്ടെങ്കിൽ അതിന്റെ പേരാണ് കിബിർ. ചെയ്യണ്ട, എന്റെ മസില് തിരക്കേടില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടോ? ആ ഒരു എൻഫീൽഡ് ബുള്ളറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോ ഇത് എനിക്കായിട്ട് പഠിച്ചതിന്റെ കമ്പനി, ഞാൻ തന്നെ ഇത് മരിക്കേണ്ടത്, എന്റെ തടി മണ്ണോ എന്റെ മസിലിനൊക്കെ പറ്റിയത് തന്നെ എന്ന് തോന്നുന്നുണ്ടോ? അഹങ്കാരം എന്ന അതിന്റെ പേര്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത് തോന്നണ്ട. മസിലൊക്കെ ഉണ്ടായിക്കോട്ടെ, ഖൽബ് അള്ളാഹുവിനെ കൊടുക്കുക, അങ്ങേയറ്റം വിനയത്തിലും താഴ്മയിലും. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പൊ മനുഷ്യന്മാര് പലതും പറയുമല്ലോ. നമ്മൾ മുമ്പ് കൂടെ നല്ല മസിൽ ഒരു ചെറുപ്പക്കാരൻ പോയി നമ്മൾ ഒരേ ഡയലോഗും പറയില്ല. ഇപ്പൊ ഇരുന്നോലൊക്കെ മോന്റെ ഒരു മസില്, മോന്റെ വിചാരം ഇപ്പൊ വലിയ സംഭവമാണ്, പഞ്ച ഒലിച്ചു പോകും എന്റെ മസില്, ഒന്നും അറിയില്ല. നമ്മളിങ്ങനെ പറയൂലേ. സ്വഹാബത്ത് അത്രയൊന്നും പറഞ്ഞിട്ടില്ല. ഓലെന്താ പറഞ്ഞെന്നറിയോ? അപ്പൊ സ്വഹാബികൾ ഒരു വാക്ക് പറഞ്ഞു, ഭയങ്കര രസകരമായ ഹദീസ്. വൈഹു ഹാദാ ലൗ കാന ശബാബുഹു വജലദുഹു ഫീ സബീലില്ലാഹ്. എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം? ഇവന്റെ ഈ മസിലും ഇവന്റെ ഈ മസിലുകളും ഇവന്റെ ആരോഗ്യവും ഒക്കെ അള്ളാഹുവിന്റെ വഴിയിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം? ഈ മസിൽ കാണിച്ച് നടക്കുന്ന ഇവനൊക്കെ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം? അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധത്തിന് വന്നാലല്ലേ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ എന്നൊക്കെ. അത് ആ സാഹചര്യങ്ങളാണ്, യുദ്ധമുള്ള കാലമാണ്. അപ്പൊ അവരങ്ങനെ പറഞ്ഞു, മസിൽ കാണിച്ച് നടന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വരണ്ടേ. തങ്ങളിത് കേട്ടു. ഇങ്ങനെ നല്ല മസിലുള്ള ഒരാൾ പോയി ഇവരൊക്കെ പറഞ്ഞു, ഈ മസിലൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം? നബി തങ്ങൾ പറയുകയാണ്, ലാ തഖൂലു ഹാദാ, നിങ്ങളിത് പറയരുത് സ്വഹാബത്തെ. ഫഇന്നഹു, ഈ ചെറുപ്പക്കാരൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്, ഇൻ കാന യസ്ആ അലാ നഫ്സിഹി ലിയകുഫഹാ അനിൽ മസ്അല യുഗ്നിഹാ അനിൻ നാസ്, ആളുകളോട് യാചിച്ചു നടക്കാതെ സ്വന്തമായൊരു ജോലി ചെയ്ത് സമ്പാദിക്കാനാണ് ഇവൻ ഈ പോകുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, ഇവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ ഇവൻ പോകുന്നത്? സ്വന്തം അധ്വാനിക്കാനാണ്. അധ്വാനിക്കാതെ നടന്ന അവരെ നാട്ടുകാർ നോക്കണ്ടേ? ആളുകൾക്ക് ഭാരമായില്ലേ? യാചന ഇല്ലാതിരിക്കാൻ, ആളുകൾക്ക് ഭാരമാവാതിരിക്കാൻ, സ്വന്തം ശരീരത്തിന് ആവശ്യമുള്ളത് വാങ്ങാൻ, അവന്റെ ഭക്ഷണം, അവന്റെ വെള്ളം, അവന്റെ വസ്ത്രം, ഇതിനൊക്കെയുള്ള കാശുണ്ടാക്കാൻ അവൻ അധ്വാനിക്കാൻ ഇറങ്ങിയ ചെറുപ്പക്കാരനാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറഞ്ഞുകൊടുത്തു. ഇൻ കാന യസ്ആ അലാ അബവൈനി ളഈഫൈൻ, വളരെ പാവപ്പെട്ട പ്രായമായ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടായിരിക്കെ ആ ഉമ്മാക്കും വാപ്പാക്കും മരുന്ന് മേടിച്ചു കൊടുക്കാൻ, അവർക്ക് ആവശ്യമായത് വാങ്ങിച്ചു കൊടുക്കാൻ ജോലി ചെയ്യാൻ പോയ ചെറുപ്പക്കാരനാണെങ്കിലോ, നിങ്ങൾ പറയാ, വെറുതെ അങ്ങോട്ട് പറയില്ലേ, അയാളുടെ നിയ്യത്ത് എന്താ നിങ്ങൾ അറിഞ്ഞോ? അയാളെ വീട്ടിൽ ചിലപ്പോ വയസ്സായ ഉമ്മയും വാപ്പയും കാണും, അവരെ നോക്കാൻ ജോലിക്ക് ഇറങ്ങിയതായിരിക്കും. വളരെ ദുർബലരായ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിരിക്കും, ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ, വാപ്പാക്കും ഉമ്മാക്കും മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ ആണ് ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ്. സുഹാബത്തെ, അവൻ യുദ്ധം ചെയ്യുന്ന സുഹാബത്തിന്റെ കൂലിയിൽ തന്നെയാണ്. ഇനി അടുത്ത് പറയണം, ശ്രദ്ധിക്കാം. ഇനി ഇവൻ പുറത്തിറങ്ങുന്നത് ആളുകൾക്ക് തന്റെ മസില് കാണിച്ചു കൊടുക്കാനാണെങ്കിൽ, എനിക്ക് കുറെ ഉണ്ട് എന്ന് ആളുകളെ കാണിക്കാനും പൊലിമ കാണിക്കാനുമാണ് പുറത്തിറങ്ങിയത് എങ്കിൽ അവൻ പിശാചിന്റെ വഴിയിലാണെന്ന് റസൂലുള്ളാഹ്. അത്രേ പ്രശ്നമുള്ളൂ. മസിലിനൊന്നും കുഴപ്പമില്ല, പെണ്ണുങ്ങൾ പിന്നാലെ നടക്കാൻ ഈ മസിൽ ഉപയോഗിക്കല്ലേ, ആളുകളെ കാണിച്ച് ഞെട്ടിക്കാനും നടത്തല്ലേ.
ഞാൻ ആരോഗ്യമുള്ള ആളാണെന്ന് നാട്യം, ഇതിന് നീ നടക്കല്ലേ. അതൊക്കെ പിശാചിന്റെ വഴിയാണ്. നിനക്ക് മസിലുണ്ടായി, ജോലി ചെയ്യാനാണ് നീ എക്സർസൈസ് ചെയ്ത്, ജോലി ചെയ്യാനാണ് നീ ഇതൊക്കെ ഈ പോക്ക് പോകുന്നത്. നിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനും മക്കൾക്ക് സംരക്ഷണം കൊടുക്കാനുമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിൽ നീ ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്ന ജിഹാദിന്റെ കൂലിയുള്ള പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നടക്കുമ്പോ ഒരാളെ കണ്ടു, ചോദിച്ചു എന്താ പണി? അയാൾ പറഞ്ഞു അതഅബ്ബദു, ഞാൻ ഫുൾ ടൈം പള്ളിയിലാ, ഒരു പണിയില്ല, ഞാൻ നിസ്കരിച്ചിരിക്കല പണി. അപ്പൊ കുടുംബം ആരാ നോക്കണത്? അഹി, എന്റെ കൂട്ടുകാർ, എന്റെ സഹോദരന് ജോലി ഉണ്ട്, അതുപോലെ ചെലവൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങളോ? ഞാനൊരു പണി എടുക്കണില്ല, ഞാൻ പള്ളിയിലായിരിക്കണത്. ഈസ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി നമ്മുടെ ഹദീസിന്റെ കിതാബുകൾ കാണാം. എന്താ പറഞ്ഞെന്നറിയോ? അഖൂക അഅബദു മിൻക, നിന്റെ സഹോദരനാണ് നിങ്ങളെക്കാളും ഇബാദത്ത് ചെയ്യുന്നത്. പള്ളിയിലെ നിങ്ങളുടെ ഇബാദത്തിനേക്കാളും വലിയ ഇബാദത്താണ് മക്കളെ നോക്കാൻ വേണ്ടി അധ്വാനിക്കുന്നത്. നിങ്ങളുടെ അനുജനോ ജ്യേഷ്ഠനോ ആരാണോ നിങ്ങളെ ചെലവ് പുലർത്തുന്നത്, അയാളാണ് നിങ്ങളെക്കാളും ഇബാദത്ത് ചെയ്യുന്ന ആൾ. അപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്നവര്, പ്രവാസികള്, നാട്ടിൽ ജോലി ചെയ്യുന്നവര്, അവരുടെ ചെലവിലായി ഇവിടെ കഴിയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും വലിയ ഇബാദത്താണ് അവരവിടെ ചെയ്യുന്ന ജോലിയും ജോലിയുടെ ടെൻഷനുമെന്ന് മഹാനായ ഈസ നബി അലൈഹിസ്സലാം. ഇത് ഇസ്ലാമിന്റെ പോളിസിയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ജോലി ലാഭമായില്ലേ? കച്ചവടം ചെയ്യുന്ന ലാഭമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ലാ യഖഉദു അഹദുകും അൻ തലബിർ റിസ്ഖി, ജോലി അന്വേഷിക്കാതെ വീട്ടിലിരിക്കല്ലേ, ഒരു പണിയും ചെയ്യാതിരിക്കല്ലിൻ. യഖൂലു, ഓൻ പറയണെന്താ, അല്ലാഹുമ്മ അർസിഖ്നി, പടച്ചോനെ എനിക്ക് റിസ്ക് നീ താ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കല്ലിൻ. ഫഖദ് അലിംതും അന്ന അസ്സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ, ആകാശത്ത് നിന്ന് സ്വർണം വെള്ളിയൊന്നും ഇറങ്ങൂല, നിങ്ങൾക്കറിയില്ലേ? ജോലി ചെയ്യണം കേട്ടോ, വീട്ടിൽ വെറുതെ ഇരിക്കരുത്. ആര് പറഞ്ഞു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എക്സർസൈസ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. എക്സർസൈസ് ചെയ്യാൻ പാശ്ചാത്യന്മാരൊക്കെ 20-ാം വയസ്സ് മുതൽ ഓടാൻ തുടങ്ങും, മിനിമം. അതിന് മുമ്പേ തുടങ്ങും. നമ്മൾ ഓടാൻ തുടങ്ങും ട്രൗസറൊക്കെ ഇട്ടിട്ട് എപ്പോ? 40 വയസ്സ് കഴിഞ്ഞിട്ട്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി ഓടാൻ ഞാൻ കാര്യം പോക്കാണ്. അപ്പൊ ട്രാക്ക് സൂട്ടൊക്കെ എടുത്തിട്ട് ഓടുകയാണ്. 40 കഴിഞ്ഞിട്ട് ആകെ ആരോഗ്യത്തെ പറ്റി ആലോചിക്കണ തന്നെ. അങ്ങനെ ആയിക്കൂടാ. എക്സർസൈസ് ചെയ്യണം. ഒരു ദിവസം കുറച്ചു നേരം അതിനും കൊടുക്കണം, എക്സർസൈസ് ചെയ്യണം. കാരണം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫീ കുല്ലിൻ ഖൈർ. ആരോഗ്യമുള്ള മുഅ്മിനാണ് ആരോഗ്യമില്ലാത്തവനേക്കാളും അല്ലാഹുവിന് ഇഷ്ടം. വഫീ കുല്ലിൻ ഖൈർ, രണ്ടാളിലും ഖൈറുണ്ട്. ആരോഗ്യമില്ലാത്തവനും അല്ലാഹുവിന്റെ അടുത്ത് ഖൈറുണ്ട്. പക്ഷേ ആരോഗ്യമുള്ളവനെയാണ് അല്ലാഹുവിന് എത്രയും ഇഷ്ടമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൊളസ്ട്രോൾ ഇല്ലാത്ത മുഅ്മിനിനെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഒബിസിറ്റി ഇല്ലാത്ത മുസ്ലിമിനെ അല്ലാഹുവിന് ഇഷ്ടമാണ്. കൊളസ്ട്രോളും ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നവൻ, അത് വരാതിരിക്കാൻ എക്സസൈസ് ചെയ്തവൻ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെ, ആരോഗ്യമുള്ള ആണിനെ, പെണ്ണിനെ, ആരോഗ്യമുള്ള മുഅ്മിനിനെ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ വീടുകൾക്ക് സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, അധികം വീടുകൾക്ക് ഒരു ദിവസം ഒരു 10-15 പ്രാവശ്യം കയറിറങ്ങിയാൽ മതി. അത് കയറാതിരുന്നാൽ പിന്നെ മുട്ടുകാല് വളയില്ല. പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരോഗ്യം സൂക്ഷിക്കുന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യമുള്ള മുഅ്മിനീങ്ങളാവണേ, അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ആരോഗ്യമില്ലാത്തവരിലും നന്മയുണ്ട്. വഫീ കുല്ലിൻ ഖൈർ. ആരോഗ്യം വേണം. അതിന് കുറച്ചു നേരം ദിവസം ചെലവഴിക്കണം. ഒരു അസറിന്റെ ശേഷം ഒന്ന് നടക്കുക, കുറച്ചു നേരം നടക്കുക, നടക്കാൻ പറ്റുന്നിടത്ത് ഒരു എക്സസൈസ്, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഒക്കെ അല്ലേ ഇതൊക്കെ ചെയ്യൽ. ഇസ്ലാമിന്റെ ഭാഗം മുഅ്മിനെ, ഇതിനൊക്കെ കൂലിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കാണ്. ബഹുമാനപ്പെട്ടവര് നിസ്കരിച്ച് തളർന്നു. എന്നും നോമ്പന്നെ, സുന്നത്ത് നോമ്പ് തളർന്നു. ആ നേരം മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അവരോട് പറഞ്ഞ വാക്കാണ് സും വഅഫ്തിർ. നോമ്പെടുക്കണം, നോമ്പില്ലാത്ത അവസ്ഥയും വേണം. റമദാനിലല്ലോ സുന്നത്ത് നോമ്പ്, എന്നും നോമ്പ് വേണ്ട, കുറച്ച് ദിവസം നോമ്പെടുക്കാതെ നിൽക്കണം. വഖും വനം, എന്നും രാത്രി മുഴുവൻ നിസ്കാരം, അത് വേണ്ട, കുറച്ച് ഉറങ്ങിക്കോ, ഉറക്ക് വേണം, നിസ്കാരം വേണം. നോമ്പെടുക്കണം, എടുക്കാതിരിക്കണം. ഫഇന്ന ലിബദനിക അലൈക ഹഖ്ഖ, നിന്റെ ശരീരം നോക്കൽ നിന്റെ ബാധ്യതയാണ്.
നിന്റെ കണ്ണിന് ഉറക്കം വേണം. ആ കണ്ണിന്റെ അവകാശം കൊടുത്തേ പറ്റൂ. ഉറങ്ങാതെ നടക്കരുത്, ഉറക്കൊഴിക്കരുത്. പിന്നെ നിങ്ങൾ ശരീരത്തെ തളർത്തരുത്. ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കണം. ശരീരം നശിപ്പിക്കല്ലേ എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ശരീരം നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി. എന്തൊരു മനോഹരമാണ് ഇസ്ലാം. ചെയ്യണം. അമ്പെയ്ത്ത് പഠിക്കാൻ പറഞ്ഞ് സ്കില്ലുകൾ വേണം. അമ്പെയ്ത്ത് പഠിക്കണം. മൻ അലിമ റമ്യ, അമ്പെയ്ത്ത് പഠിക്കുകയും അത് മറക്കുകയും ചെയ്തവൻ ഫഖദ് അസ്വാ അബൽ ഖാസിം, അല്ലാഹുവിന്റെ റസൂലിനെ എതിര് ചെയ്തു എന്ന് ഹദീസുണ്ട്.